പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. എൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയിൽ നിന്നിരിക്കുന്ന ബലവാനായിരുന്നു. പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഊശാന. നിങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ താഴ്മ വാഴ്ത്തപ്പെട്ടതാവുന്നു. ആശായാൽ കഷ്ടതയേറ്റ സഭ നാഥാതേ സ്തുതിയും മാനം സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ശുഭഹോല ബോല പ്രോവൽ റൂഹോ കാദീശോ. ഞങ്ങളുടെ തമ്പുരാനെ, നിന്റെ കഷ്ടാനുഭവങ്ങളുടെ സഹായത്താൽ നിന്നെ വന്ദിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ നിന്നും ബോധങ്ങളിൽ നിന്നും പാപമയമായ ശുദ്ധവിചാരങ്ങളാകുന്ന അന്ധകാരം മൂടിയെ നീക്കിക്കളയണമേ. നിന്റെ കഷ്ടാനുഭവത്തിൽ ഞങ്ങൾ കഷ്ടാനുഭവിച്ചുകൊണ്ട് നിന്റെ പുനരുദ്ധാന ദിവസത്തിൽ നിന്നോടുകൂടി സന്തോഷിപ്പാനും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ബാറക്കുമോ ദൈവമേ, നിന്റെ കൃപ പോലെ എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കഴുകി എന്റെ പാപങ്ങൾ തന്നെ വെടിപ്പാക്കണമേ. എന്നാൽ എന്റെ ക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്നെ നേരെയും ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതിരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യും. എന്തെന്നാൽ എന്നെ ആയത് ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. തെളിക്കണമേ, അതിനാലിനെ വെണ്മയാക്കണമേ. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായിക്കണമേ. സൃഷ്ടിക്കണമേ, സ്ഥിരതയിലാത്മാവിൽ പുതുതാക്കണമേ. തള്ളിക്കളയരുതേ, ശുദ്ധാത്മാവിൽ നെടുക്കുകയും. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്കിലേക്ക് തിരിയുകയും ചെയ്യും. എന്തെന്നാൽ ബലികളിൽ നീ തിരുമനസ്സായില്ല, ഹോമബലികളിൽ നിന്നിരുപ്പായതുമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല.
ഓർമ്മയുടെ വിലവേടുത്തുമ്പോൾ കാളുകൾ കരേറും. ശുഭലാബോലബുറോവൽ റൂഹോ കാദിസോ വ്യഥയാലും തന്നുടെ മൃതിയാലും നവ്യം ജീവൻ തന്നരുളിയ ദേവാ ണമേ. ജീവദനേ ജീവനതുള്ളോനേ ജീവൻ തന്നോനേ ദേവാ ണമേ. ശുഭലാബോലബുറോവൽ റൂഹോ കാദിസോ രക്തത്താൽ ഞങ്ങളെ വാങ്ങിയ നീ യോദ്ധായാൽ വിൽക്കപ്പെട്ടു ദേവാ ണമേ. ബാറക്കുമോർ എന്റെ ദൈവമേ, നീ എന്റെ ദൈവമാവുന്നു, ഞാൻ നിനക്കായി കാത്തിരിക്കും. പോലെ എന്റെ ആത്മാവിനെ കുറിച്ച് ദാഹിച്ചിരിക്കുന്നു, നിനക്കായി കാത്തിരിക്കുന്നു. നിന്റെ ബലവും നിന്റെ ബഹുമാനവും കാണുവാൻ ഇപ്രകാരം സത്യമായിട്ട് ഞാൻ നിന്നെ നോക്കി. ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിൽ എന്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും. എന്റെ കിടക്കമേ ഞാൻ നിന്നെ ഓർത്തു, രാത്രികാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. എന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു, നിന്റെ വലത് കൈ എന്നെ താങ്ങുകയും ചെയ്തു. അവർ വാളിനെ ഏൽപ്പിക്കപ്പെടുകയും കുറുനിരകൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും. രാജാദൈവത്തിന് സന്തോഷിക്കും. അടയ്ക്കപ്പെടും. ശുഭലാബോലബുറോവൽ റൂഹോ കാദിസോ ഏറ്റൊരു കഷ്ടതയാൽ കഷ്ടതയെന്നും ഞങ്ങളെ സംരക്ഷിച്ചോരേ ഞങ്ങൾക്കായി വിധിതൻ നിലയം പോകി പാപവിശാസുക്കളെ നീക്കി സ്വാതന്ത്ര്യം തന്നോടെ നിന്മൻ വന്നേ കൃപ ചെയ്യന്മേ. കഷ്ടതയാതമിനായി സ്വയമേ കൈക്കൊണ്ട് ഞങ്ങളിൽ നിന്നും ഭിന്നതയെ നിർമൂലം നീക്കി ശുഭലാബോലബുറോവൽ റൂഹോ കാദിസോ ആകാശങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ അറിയിക്കുന്നു. ആകാശത്തിൽ അവന്റെ കൈവേലയെ കാണിക്കുന്നു.
പകൽ പകലിന് വാക്കിനെ ഉച്ചരിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവിനെ അറിയിക്കുകയും ചെയ്യുന്നു. ശബ്ദം കേൾക്കാത്ത ഭാഷയുമില്ല, വാക്കുകളുമില്ല. ഭൂമിയിലെല്ലാവരോടും വചനങ്ങളും പുറപ്പെട്ടിരിക്കുന്നു. അവൻ അവയിൽ സൂര്യന്റെ മേൽ അവന്റെ കൂടാരം അടിച്ചു. അത് തന്റെ മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളൻ എന്ന പോലെയാകുന്നു. പരാക്രമമുള്ളവൻ എന്ന പോലെ തന്റെ വഴി ഓടുവാൻ സന്തോഷിക്കും. ആകാശത്തിന്റെ ഏറ്റങ്ങൾ നിന്റെ പുറപ്പാടും ആകാശത്തിന്റെ അരുമേന്റെ താങ്ങലുമാകുന്നു. യാവയിൽ നിന്ന് മറവായിരിക്കുന്നത് ഒന്നുമില്ല. കർത്താവിന്റെ വേദപ്രമാണം കറയില്ലാത്തതും ആത്മാനിത്തിരിക്കുന്നതുമാകുന്നു. കർത്താവിന്റെ സാക്ഷി വിശ്വാസയോഗ്യവും ശിശുക്കളെ ജ്ഞാനമുള്ളവരാക്കുന്നതുമാകുന്നു. കർത്താവിന്റെ പ്രമാണങ്ങൾ ചുവടുള്ളവയും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവയുമാകുന്നു. കർത്താവിന്റെ കൽപ്പന തിരഞ്ഞെടുക്കപ്പെട്ടതും കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതുമാകുന്നു. ഭയപ്പെടുപ്പുള്ളതും നിലനിൽക്കുന്നതുമാകുന്നു. സത്യമായിട്ടുള്ളവയും സ്ഥലത്തിലും നീതിയായിട്ടുള്ളവയുമാകുന്നു. നിന്നേക്കാളും ആഗ്രഹിക്കത്തക്കവയും നിന്നേക്കാൾ നേൻകിട്ടേക്കാളും മധുരമുള്ളവയുമാകുന്നു. അത്രയുമല്ല, തന്റെ ദാസന് അവയാ സൂക്ഷിക്കപ്പെടും. അവൻ അവയാചരിച്ചാൽ വളരെ പ്രതിഫലം കിട്ടും. പിഴകളെ തിരിച്ചറിയുന്നവനാര്? രഹസ്യകാര്യങ്ങളിൽ എന്നെ കുറ്റമില്ലാത്തവനാക്കി തീർക്കണമേ. പാപങ്ങളായിരിക്കാനുമായിട്ട് തടയണമേ. നിന്റെ ഇഷ്ടപ്രകാരവും el rojo cadizo ആദാമിൻ വീഴ്ചയൊഴിപ്പാൻ താഴ്ചയിലേക്കുടയോൻ വന്നു. ഷികളിയൂതന്മാർ നിഹനിപ്പാൻ ആലോചിച്ചു. el rojo cadizo കർത്താവിനൊരു പുതിയ പാട്ടും അവന്റെ സ്തുതിയെ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് പാടുവിൻ. സമുദ്രത്തിലേക്ക് ഇറങ്ങി പോകുന്നവരും അതിലുള്ള സകലവും ദ്വീപുകളും അവയിൽ കുടിയിരിക്കുന്നവരുമേ കർത്താവിന് പാടുവീൻ. സന്തോഷിക്കട്ടെ, കാതോന്മേഷങ്ങളായിരിക്കട്ടെ, ആർത്തുകൊള്ളട്ടെ, കൊടുക്കുകയും സ്തുതികളെ ദ്വീപുകൾ അറിയിക്കുകയും ചെയ്യട്ടെ. കർത്താവ് പരാക്രമി എന്ന പോലെ പുറപ്പെടും. അവൻ യോദ്ധാവ് എന്ന പോലെ വാശിയെ ജ്വലിപ്പിക്കും. അവൻ ആർത്ത് പ്രബലപ്പെട്ട് തന്റെ ശത്രുക്കളെ സംഹരിക്കും. മേഘങ്ങൾ നീതിയെ തെളിക്കട്ടെ. Bola bola bro el rojo cadizo.
നിൻപേർക്കായി പാടേറ്റോനേ നിൻ സുതരേ അബദ്ധത്തീന്നും വീണ്ടൊരു ജീവസാത്മജനേ ഇന്നാൾ സഭയെ കീർത്തിക്കാം. അകൽക്കരസായി വീഴ്ത്തി ദാസ്യനുകം ഭൂമി ചോനിൽ കുറ്റം കുറ്റക്കാ ഇന്നാളീക്ഷയോടും നീച്ചു സുബഹുലബുലബുറുവൽ റൂഹു കാദിശോ പറക്കുമോ കർത്താവെ രക്ഷിക്കണമേ. നീതിമാനില്ലാതെയായി ഭൂമിയിൽ നിന്ന് വിശ്വാസം നശിച്ചിരിക്കുന്നു. ഇന്നാൾ ശാപം പൂണ്ടോർക്കുറ്റം തീണ്ടാത്തോനെ ക്രൂശിന്മേൽ തൂക്കിക്കൊല്ല. അയ്യയ്യോ കൂട്ടം കൂടി കുറിയേലായിസോ. മനുഷ്യൻ വ്യർത്ഥത സംസാരിക്കുന്നു, തന്റെ സ്നേഹിതനോട് പിന്നെ അതരങ്ങളാൽ സംസാരിക്കുന്നു. നന്നാണ് ആചാര്യന്മാർ മന്ത്രിസുമാരം കൂടം കുറിയേലായിസോ. രഹസ്യമായും ഹൃദയം കൊണ്ടും അവർ സംസാരിക്കുന്നു. കർത്താവ് ഭിന്നതരങ്ങളെ നശിപ്പിക്കും. ഞങ്ങളുടെ നാവ് വമ്പ് പറയുമെന്നും അതിരങ്ങൾ ഞങ്ങളുടേതാകുന്നുവെന്നും കർത്താവ് ആരാകുന്നുവെന്നും അവർ പറഞ്ഞു. വഞ്ചിപ്പാനെത്തി ദരിദ്രന്മാരുടെ കവർച്ചയും അഗതികളുടെ നെടുവീർപ്പ് നിമിത്തം ഞാൻ എഴുന്നേറ്റ് പരസ്യമായി രക്ഷ പ്രവർത്തിക്കുമെന്ന് കർത്താവ് പറയുന്നു. സൂര്യൻ തന്നെ നിന്നീപ്പാനാലോചിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഇന്നാൾ ഗുരുവിനെ ഒറ്റിയ ചതിയൻ പാതകനാകും യൂദാമേ വർഷിക്കട്ടെ ശാപങ്ങൾ പാരും പാരും. ആമേൻ. പറക്കുമോ പ്രകാശനിഷ്ഠാന സ്തുതി. കർത്താവിന്റെ ഭൃത്യന്മാരെ സ്തുതി പാടുവിൻ. കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പീൻ. സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ അസ്തമനം വരെയും കർത്താവിന്റെ നാമം വലിയതാവുന്നു. ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് സദൃശൻ ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ. ഉയർത്തുന്നു ഭവനത്തിൽ വസിക്കുമാറാക്കി ദൈവമേ സ്തുതിക്ക് യോഗ്യമാ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം.
സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ബാറയ്ക്കുമോർ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരികയും തൻ്റെ ശ്രേഷ്ഠതയിൽ വസിക്കുകയും ചെയ്തവനും ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി ശൂന്യമാക്കപ്പെടുകയും തൻ്റെ പരിപൂർണതയിൽ നിന്ന് വിട്ടുമാറാതിരിക്കുകയും ചെയ്ത പൂർണ്ണനും ദേഹം നിർമ്മിക്കുകയും ശരീരിയായി കാണപ്പെട്ടപ്പോഴും തൻ്റെ ആത്മീയ അവസ്ഥയെ സ്ഥിതി ചെയ്യുകയും ചെയ്ത നിർമ്മലനും മനുഷ്യനായി തീരുകയും മനുഷ്യനായി കാണപ്പെട്ടപ്പോൾ തൻ്റെ ദൈവത്വത്തിൽ തന്നെ താമസിക്കുകയും ചെയ്ത ദൈവവും ജഡപ്രകാരം കുരിശിക്കപ്പെടുകയും തൻ്റെ ഉണ്മയിൽ നിന്ന് മാറാതിരിക്കുകയും ചെയ്ത ജീവനുള്ളവനും ജഡപ്രകാരം മരിക്കുകയും തൻ്റെ മഹിമയിൽ നിന്ന് അകലാതിരിക്കുകയും ചെയ്ത് മരണമില്ലാത്തവനുമായ കർത്താവിന് സ്തുതി. തനിക്ക് പ്രഭാത പ്രാർത്ഥനയുടെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയുസോടുകൂടി ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ ബക്കുൽഹൂനിയോ മോസോ ദുഹായായ് ലെവൽ മീ. ബാറയ്ക്കുമോർ ശ്രേഷ്ഠമായ തൻ്റെ ഉണ്മയിൽ കഷ്ടതകളിൽ നിന്ന് അകന്നിരിക്കുന്നവനും രഹസ്യകാര്യങ്ങളെ അറിയുന്നവനും പരസ്യകാര്യങ്ങളെ ന്യായാധിപതിയും ഇതാ നാം ഊർസ്ലേമിലേക്ക് കയറിപ്പോകുന്നു എന്നും മനുഷ്യപുത്രൻ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമെന്നും അവർ അവനെ അടിച്ച് കുരിശിൽ തറയ്ക്കുമെന്നും മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും പറഞ്ഞുകൊണ്ട് രക്ഷാകരവും ജീവനുണ്ടാക്കുന്നതുമായ തൻ്റെ കഷ്ടാനുഭവത്തിന് മുമ്പ് ജീവപ്രദമായ തൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് തൻ്റെ വിശുദ്ധ ശിഷ്യന്മാരോട് അറിയിച്ചവനുമായ മിശിഹാ തമ്പുരാനെ, പാപത്തിൻ്റെ സകല കഷ്ടതകളിൽ നിന്നും ഞങ്ങളെ രക്ഷിപ്പാനായിട്ട് ജഡത്തിൽ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചവനായ നിന്നെ ഞങ്ങൾ ദൈവമെന്നും സ്വഭാവത്തിൽ കഷ്ടതയില്ലാത്തവനെന്നും അറിയുന്നു. ആത്മീയ ശബ്ദങ്ങളാൽ ഞങ്ങൾ നിന്നെ വന്ദിച്ച് സ്തോത്രം ചെയ്ത് പറയുന്നത് എന്തെന്നാൽ, ആട്ടിൻകുട്ടിയെ പോലെ വെട്ടുവാൻ കൊണ്ടുപോവുകയും രോമം വെട്ടുന്നവന് മുമ്പാകെ തൻ്റെ ക്രൂശാരോഹണ സമയത്ത് പെണ്ണാട് പോലെ അനങ്ങാതെ നിൽക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാകുന്നു. കയ്യാപ്പായുടെ ആളുകൾ തന്നെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇവനാകുന്നു. യഹൂദാസ് കറിയോത്തായുടെ വഞ്ചനയെ വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇവനാകുന്നു. അധർമ്മികൾ വെറുതെ തന്നെ കുറ്റം ചുമത്തി ശിക്ഷയ്ക്ക് വിധിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇവനാകുന്നു. വലതുഭാഗത്തെ കള്ളൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇവനാകുന്നു. തൻ്റെ സഭയ്ക്ക് ജീവന്റെ സങ്കേത സ്ഥലം നൽകിയ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇവനാകുന്നു. തൻ്റെ കഷ്ടാനുഭവ സമയത്ത് ഭൂമി കുലുങ്ങുകയും വിറയ്ക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇവനാകുന്നു. താൻ നഗ്നനായി കിടക്കുന്നതിനെ കണ്ടിട്ട് സൂര്യൻ ഇരുണ്ടുപോയ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇവനാകുന്നു. തൻ്റെ ക്രൂശാരോഹണ സമയത്ത് പർവ്വതങ്ങളും കുന്നുകളും പാറകളും പിളർന്നു പോയ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇവനാകുന്നു. അന്യായക്കാർ തൻ്റെ ഭക്ഷണത്തിൽ കയ്പ് കൊടുക്കുകയും തൻ്റെ ദാഹത്തിന് കാടി കൊടുക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇവനാകുന്നു. അഹങ്കാരികൾ പരിഹസിച്ചിട്ട് തൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇവനാകുന്നു. സ്വപ്നം മൂലം താൻ ദൈവമാകുന്നുവെന്ന് പീലാത്തോസിന്റെ ഭാര്യയെ ബോധ്യപ്പെടുത്തിയ ദൈവത്തിൻ്റെ ജീവനുള്ള കുഞ്ഞാട് ഇവനാകുന്നു. തൻ്റെ മരണസമയത്ത് ഭൂമി കുലുങ്ങുകയും വിറയ്ക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ ജീവനുള്ള കുഞ്ഞാട് ഇവനാകുന്നു. കുറ്റക്കാരനായ ആദാമിന് പകരം ആക്ഷേപവും നിന്നെയും സഹിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള കുഞ്ഞാട് ഇവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി അന്യായമുള്ള ജനത്തിൽ നിന്ന് അപമാനവും പരിഹാസവും സഹിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള കുഞ്ഞാട് ഇവനാകുന്നു. പ്രധാനാചാര്യന്റെ ഭൃത്യൻ അഹങ്കാരമായ തൻ്റെ ചികിട്ടത്ത് അടിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള കുഞ്ഞാട് ഇവനാകുന്നു. ലജ്ജയിൽ നിന്നും തുപ്പലിൽ നിന്നും തൻ്റെ മുഖം പിന്തിരിക്കാതിരുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള കുഞ്ഞാട് ഇവനാകുന്നു. വഞ്ചനയുള്ള ആചാര്യന്മാർ തൻ്റെ കാലുകളിലും കൈകളിലും ആണികൾ തറച്ച ദൈവത്തിൻ്റെ ജീവനുള്ള കുഞ്ഞാട് ഇവനാകുന്നു. മരത്തിന്മേൽ വെച്ച് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് നിലവിളിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള കുഞ്ഞാട് ഇവനാകുന്നു. തൻ്റെ ആത്മാവിനെ തൻ്റെ മഹത്വമുള്ള പിതാവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള കുഞ്ഞാട് ഇവനാകുന്നു. തൻ്റെ ശബ്ദത്താൽ ഉറങ്ങിയിരുന്നവർ ഉണർന്ന് തന്നെ വന്ദിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള കുഞ്ഞാട് ഇവനാകുന്നു. പാതാളത്തിലേക്ക് ഇറങ്ങി നീതിമാന്മാരെ അവരുടെ ഭവനങ്ങളിൽ വെച്ച് സന്ദർശിച്ച് ആനന്ദിപ്പിക്കുകയും പാതാളവാതിലുകളെ തകർക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ ജീവനുള്ള കുഞ്ഞാട് ഇവനാകുന്നു. ഇത് ഹേതുവായിട്ട് കാരുണ്യവാനായ കർത്താവേ, നിന്റെ നന്മയോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച രക്ഷാകരമായ നിന്റെ കഷ്ടാനുഭവത്താൽ നിന്നെ വിളിക്കുന്ന ഞങ്ങളുടെ മേൽ നീ കരുണ ചെയ്യണമേ. നീ ഞങ്ങൾക്ക് സഹായിയും സങ്കേതസ്ഥലവും ആയിരിക്കണമേ.
നിന്റെ കഷ്ടാനുഭവങ്ങളെ വിശ്വസിച്ച് നിന്റെ സ്ലീബായി ഏറ്റു പറഞ്ഞിട്ടുള്ള ഞങ്ങളെ മരിച്ചുപോയവരും നിന്റെ വലതുഭാഗത്ത് നിന്റെ കരുണയെ കാണുവാനും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ബാറക്കിമോ ഹോശോ വബ്കൂല സുബാൻ ലവൽമീ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബർഗ്മോർ സാറ അബ്രഹാമിനോട് പറഞ്ഞെന്നാൽ, എന്റെ ഏകജാതനെ നീ എവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുവെന്ന് വെളിവാക്കുക. എനിക്കത് വിശദീകരിച്ച് തന്നതിന് ശേഷം അവനെ കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളുക. അബ്രഹാം അവളോട്, എനിക്കും എന്റെ കർത്താവിനും പൈതലിനിവിടെ ഒരു രഹസ്യമുണ്ട്. സമാധാനത്താലെ വസിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അവൾ അവനോട്, സമാധാനത്താലെ നിങ്ങൾ പോകുവിൻ, കർത്താവ് നിന്റെ കാഴ്ചയെ കൈക്കൊള്ളട്ടെ എന്ന് മറുപടി പറഞ്ഞു. ബാറക്കുമോ കുരിശന്മേലുള്ള ജീവനുണ്ടാക്കുന്ന തന്റെ ബലിയാൽ ലൗകികമായ ദുർഗന്ധം നീക്കി ഭൂലോകത്തിൽ കൃപയാർന്ന പരിമളം വീശിയ വിലയേറിയ മുറുവൻ തൈലവും മേൽത്തരമായ നിർദീനും ജ്ഞാനിയായ തോട്ടക്കാരനുമായ കർത്താവേ, ഞങ്ങളുടെ അരിഷ്ടകളാൽ നിനക്ക് സമർപ്പിക്കപ്പെടുന്ന ഈ ധൂപത്തിൽ നിനക്ക് പ്രീതിയുണ്ടായി സന്തോഷപൂർവ്വം അതിനെ കൈക്കൊള്ളണമേ. അതിനാൽ ഭൂമിയെങ്ങുമുള്ള നിന്റെ ഇടവുകൾക്ക് നീ പാപപരിഹാരം നൽകണമേ. തിരുനാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും അതിനാൽ പാപപരിഹാരം നൽകണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ബർഗ്മോ സൃഷ്ടിയിൽ വിറയിലും സംഭ്രമവും നിറഞ്ഞ അത്ഭുതമുണ്ടായ ദൈവം മനുഷ്യനായ തിരുവിഷ്ടത്താൽ സ്വയം വിറമയാക്കി തിരുകൽപ്പനയാ നട്ട മുന്തിരത്തോപ്പിൽ മഹത്വഫലങ്ങൾ അന്വേഷിച്ചതിനാൽ തന്നെ കൊല്ലുവാൻ യഹൂദന്മാരാകുന്ന അന്ധരായ മൂഢജനം ആഗ്രഹിച്ചു. അവർ തന്നെ നിന്ദിക്കുകയും അപമാനിക്കുകയും തനിക്കായി സ്കീപാമരം ഒരുക്കുകയും ചെയ്തു. തന്റെ സർവ്വ നന്മകൾക്ക് പകരം തനിക്ക് ദാഹമുണ്ടായപ്പോൾ കയ്പും ചൊരുക്കുകയും അവർ തനിക്കായി തയ്യാറാക്കി. പാർക്കുന്നു നിന്നയുടെ സ്കീപ്പ ഒരുക്കി ആശ്രയിക്കാർ എന്റെ ശ്രേഷ്ഠ സൗന്ദര്യം കണ്ടിട്ട് സഹിച്ചില്ല. അവരുടെ വേദനകൾ സൗഖ്യമാക്കി രക്ഷയിലേക്ക് അവരെ വിളിക്കുകയും ചെയ്തു. അവർ കേട്ടിട്ട് പിറവിറുക്കുകയും കൊല്ലുവാൻ ഒരുമിച്ച് കൂടുകയും ചെയ്തു. ഈറന്മാർക്ക് കാണുവാൻ കഴിയാത്തവൻ മനസ്സോടെ താഴ്മപ്പെട്ടതിനാൽ സിദ്ധന്മാർ തന്നെ പിടിക്കുകയും Brickmore hasok dahvahlo fine Brickmore koko dmetolo san Chitram kandas natavata Evan kandirvasi മനസാശിഷ്ടാത്മാവാം നാഥൻ ദുഷ്ടാത്മാക്കൾ കൈക്കിപ്പെട്ട അവനെ കൊന്നിടാനേൽപ്പിച്ച രോമം കത്രിക്കുന്ന മുൻപിൽ പെണ്ണാട് സമം മൗനം പൂണ്ട
വിധി ചെയ്തോർ വിധിയേൽക്കുമ്പോൾ വിധി ചെയ്യരുതേ. മശീഹാസ്കി പാമൃതി കഷ്ടതകൾക്കായി വന്നോനേ. ആദാമർഹിക്കുന്നൊരു ദുഷിയും തുപ്പലുമേറ്റ പാതകിയെ പോൽ നമ്മുടെ കർത്താവാദമിന്നും പീഡിപ്പിക്കുന്നോർക്കായി കൂറാൽ പാടേറ്റോനെ. സ്വാഭാവികമായി കഷ്ടതയില്ലാത്തോനെ സ്തോത്രം. ക്രൂശേറ്റാൽ മഹിമ നിനക്കേറ്റിയൊരാത്ത لمريوس وهالا ولا يكون رحماء لو المين انجليون قادسو من يوحنون سليهو യേശു തമ്പുരാൻ വീണ്ടും അരുളി ചെയ്തു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തുമ്പോൾ ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയം ഒന്നും ചെയ്യുന്നില്ലെന്നും എൻ്റെ പിതാവിനെ പഠിപ്പിച്ചതാണ് ഞാൻ സംസാരിക്കുന്നതെന്നും നിങ്ങൾ ഗ്രഹിക്കും. എന്നെ അയച്ചവൻ എന്നോടുകൂടിയുണ്ട്. എപ്പോഴും അവന് പ്രസാദകരമായത് ഞാൻ ചെയ്യുന്നതിനാൽ അവൻ എന്നെ തനിയെ വിട്ടിരിക്കുകയില്ല. ഇത് പറഞ്ഞപ്പോൾ അനേകർ അവനിൽ വിശ്വസിച്ചു. തങ്ങൾ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു തമ്പുരാൻ പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ എൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരാകും. നിങ്ങൾ സത്യമറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അവർ അവനോട്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളാകുന്നു, ഞങ്ങൾ ആർക്കും ഒരു കാലത്തും അടിമകളായിരുന്നിട്ടില്ല, പിന്നെ നിങ്ങൾ സ്വതന്ത്രരാകുമെന്ന് നീ പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിനുത്തരമായി യേശു തമ്പുരാൻ പറഞ്ഞു, സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ അടിമയാകുന്നു. അടിമ നിത്യമായി ഭവനത്തിൽ പാർക്കുന്നില്ല, പുത്രനാകട്ടെ എന്നേക്കും പാർക്കുന്നു.
അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായിത്തീരും. നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളെന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ വചനം മനസ്സിലാക്കുവാൻ നിങ്ങൾ പ്രാപ്തരല്ലാത്തതിനാൽ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. എൻ്റെ പിതാവിൻ്റെ അടുക്കൽ കണ്ടത് ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിൻ്റെ അടുക്കൽ കണ്ടത് നിങ്ങളും പ്രവർത്തിക്കുന്നു. അവർ അവനോട്, ഞങ്ങളുടെ പിതാവ് അബ്രഹാമാണ് എന്ന് പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളായിരുന്നെങ്കിൽ അബ്രഹാമിൻ്റെ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ച എന്നെ കൊല്ലുവാൻ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ അബ്രഹാം ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നുവെന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ പരസംഗത്താൽ ഉണ്ടായവരല്ല, ദൈവമെന്ന ഏക പിതാവേ ഞങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, ദൈവം നിങ്ങളുടെ പിതാവായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. എന്തെന്നാൽ ഞാൻ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നിരിക്കുന്നു. ഞാൻ സ്വയമായി വന്നതല്ല, പിന്നെയോ അവൻ എന്നെ അയച്ചതാകുന്നു. നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ വചനം ഗ്രഹിക്കുന്നില്ല? അത് ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് പ്രാപ്തിയില്ല. നിങ്ങളുടെ പിതാവായ പിശാചിൻ്റെ ഇഷ്ടമാചരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആദ്യം മുതലേ അവൻ കൊലയാളിയാണ്, അവൻ സത്യത്തിൽ നിലനിൽക്കുന്നില്ല. എന്തെന്നാൽ അവൻ സത്യമില്ല, വ്യാജം സംസാരിക്കുന്നത് അവന് സഹജമാകുന്നു. എന്തെന്നാൽ അവൻ അസത്യവാദിയും അസത്യത്തിൻ്റെ പിതാവുമാണ്. എന്നാൽ സത്യം സംസാരിക്കുന്ന എന്നെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എനിക്ക് പാപബോധം വരുത്തുവാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമോ? ഞാൻ സത്യം സംസാരിക്കുന്നെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തത് എന്താ? ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവവചനം കേൾക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളവരല്ലാത്തതിനാൽ ദൈവവചനം കേൾക്കുന്നില്ല. അപ്പോൾ യഹൂദന്മാർ അവനോട്, നീ ശമരിയാക്കാരനാണെന്നും നിന്നിൽ ദുരാത്മാവുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട് പറഞ്ഞു, എന്നിൽ ദുരാത്മാവില്ല. ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു, നിങ്ങളോ എന്നെ അപമാനിക്കുന്നു. എന്നാൽ ഞാൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നില്ല. സ്വന്തം മഹത്വം അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം ആചരിക്കുന്നവന് ഒരിക്കലും മരണമില്ല. യഹൂദന്മാർ അവനോട്, നിന്നിൽ ദുരാത്മാവുണ്ടെന്നിപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായി. അബ്രഹാമും പ്രവാചകന്മാരും മരിച്ചു, എൻ്റെ വചനം പാലിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ലെന്നോ നീ പറയുന്നു? മരിച്ചുപോയ ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാളും പ്രവാചകന്മാരെക്കാളും നീ വലിയവനോ? നീ ആരെന്നാണ് അവകാശപ്പെടുന്നത് എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട് പറഞ്ഞു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തുന്നെങ്കിൽ എൻ്റെ മഹത്വം ഏതുമില്ല. എന്നെ മഹത്വപ്പെടുത്തുന്നത് എൻ്റെ പിതാവാകുന്നു. അവനെയാണ് ഞങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ അവനെ അറിഞ്ഞിട്ടില്ല, ഞാനും അവനെ അറിയുന്നു. ഞാൻ അവനെ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ഞാനും അസത്യവാദിയാകും. എന്നാൽ ഞാൻ അവനെ അറിയുന്നു, അവൻ്റെ വചനം പാലിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പിതാവായ അബ്രഹാമിൻ്റെ ദിവസം കാണുവാൻ ആഗ്രഹിച്ചു, അവൻ കണ്ട് സന്തോഷിക്കുകയും ചെയ്തു. യഹൂദന്മാർ അവനോട്, നിനക്ക് 50 വയസ്സ് പോലും പ്രായമായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട് പറഞ്ഞു, സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട്. അപ്പോൾ അവനെ എറിയുവാൻ അവർ കല്ലെടുത്തു. യേശു തമ്പുരാൻ ഒഴിഞ്ഞു മാറി ദേവാലയം വിട്ടുപോയി. ലമറിയോ സെഗത്തോ. കർത്താവേ, നിന്നെ സ്തോത്രം ചെയ്യുന്നതും ആശായാൽ കഷ്ടതയേറ്റ സഭ
നാഥ തേ സ്തുതിയും മാനം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും Ito debhasuk yaskamaras dehate banu homo ankabalu Lukumor tesubhato labuk ikoro hanaru udkudiso segto rumaromo valain hatoin rahami vahanono nispa sahundarai Abund besmayo Aglal hamosun gonan yamono Shishbaglan havan watohan Ikan adoflan spakal hayo bay Wakalan nasiyano Metal dilo kimalkuso Subhala bola bro el roho kadiso സൃഷ്ടിയെ സന്ദർശിപ്പാനായി നാഥൻ വന്നൊരു നേരം ദുഷ്ടന്മാരാർത്തു ദേവാ ദയ ചെയ്തിടണമേ നമ്മൾക്കായി നിന്നിതമാമൃതിയേറ്റു കഷ്ടതയേതും തീണ്ടാത്തോന്നാഥൻ ദേവാ ദയ ചെയ്തിടണമേ
ശ്രപ്പേന്മാർ വാഴ്ത്തുന്നോനെ വീഴ്ത്താൻ മതിഹീനൻ വാർച്ചതിവാലോചിച്ചു ദേവാ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഭാഗ്യമോ തന്റെ നീതിയാ തന്നെ കുരിശിൽ തൂക്കിയവരെ ചിതറിക്കുകയും തന്റെ കൃപയാൽ തന്നെ വന്ദിക്കുന്നവരെ കൂട്ടിച്ചേർക്കുകയും ചെയ്ത നീതിമാനും സത്യവാനും ബലഹീനതയാൽ ബലത്തെയും താഴ്മയാൽ നികളത്തെയും ദുഷിക്കുകയും ഉപായത്താൽ ഭരണത്താക്കൾ നികളത്തെ അമർത്തുകയും ബലഹീനതയാൽ മൂക്കന്മാരുടെ സിംഹാസനങ്ങളെ മറച്ചിടുകയും മൂഢതയാൽ വിദ്വാൻമാരുടെ തത്വജ്ഞാനത്തെ അജ്ഞാനമാക്കുകയും വന്ന നിയമാതിന്റെ കുരിശിന്റെ വിനയത്തിൽ നിന്ന് വീശിയ അവൻ കാറ്റിനാൽ തർസീസിലെ കപ്പലുടെ ഉടക്കുകയും പരിശുദ്ധവും രക്ഷാകരവുമായ തന്റെ കഷ്ടാനുഭവത്തിന്റെ പുണ്യത്താൽ അക്രമികളുടെ കൽപ്പായകളെ കീറിക്കളയുകയും ചെയ്ത നീതിമാനും ജ്ഞാനിയുമായ കർത്താവിന് സ്തുതി. തനിക്ക് ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാടുകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുസ്സുള്ള ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമാവുന്നു. ബക്ലഹോൻ യമോസോ ദഹായാനൊൽമീൻ. ശക്തനും സർവാധിപതിയും ജീവനുള്ളവനും ഭാഗ്യവാനുമായ പിതാവിൻ്റെ ജീവനുള്ള വചനവും സഹായങ്ങളുടെ ഉറവയും മനുഷ്യ സ്വഭാവത്തിന് രക്ഷ നൽകുന്നവനും ഉന്നതമായ തൻ്റെ ദൈവത്വത്തിൻ്റെ അദൃശ്യാവസ്ഥയിൽ സൃഷ്ടികളുടെ സകല അറിവിൽ നിന്നും വിവേകത്തിൽ നിന്നും നിർണയത്തിൽ നിന്നും ഉയർന്നിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്വരൂപം പാപവികാരങ്ങളാൽ കേടുപറ്റി സ്വേച്ഛയാൽ പാവത്തിൻ്റെയും സാത്താൻ്റെയും കെണിയിൽ കുടിയിരിക്കുന്നതിനെ നീ കണ്ടപ്പോൾ അനാദിന്ത്യവും നിത്യവുമായ നിന്റെ കരുണയാ നീ നിർബന്ധനായി മാംസത്തോടും വിശേഷ ജ്ഞാനമുള്ള ആത്മാവോടും ബന്ധിക്കപ്പെടുകയും പരിശോധിക്കുവാൻ വഹിയാത്ത നിന്റെ അദൃശ്യാവസ്ഥയിൽ ദൈവമായ സ്ഥിതി ചെയ്തുകൊണ്ട് വ്യത്യാസമോ ഭേദമോ കൂടാതെ പൂർണ്ണ മനുഷ്യനായി തീരുകയും മനുഷ്യന് ദൈവത്വം നൽകുവാനും അവനെ പീഡിപ്പിച്ചിരുന്ന നികൃഷ്ട പീഡകളിൽ നിന്ന് അവനെ സ്വാതന്ത്ര്യപ്പെടുത്തുവാനുമായി മാനുഷികവും കുറ്റമില്ലാത്തതുമായ സകലത്തെയും മനസ്സോടെ നീ സഹിക്കുകയും ചെയ്തു. ഞങ്ങളെ പീഡിപ്പിക്കുന്നവരെ പീഡിപ്പിപ്പാനും രക്ഷാകരമാന്റെ കഷ്ടാനുഭവത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തി ഞങ്ങളെ പീഡാരഹിതരാക്കുവാനും കുരിശിലെ കഷ്ടാനുഭവത്തിനായി നിന്നെ നീ ഒരുക്കി സന്നദ്ധനാക്കി. ഇത് ഹേതുവായിട്ട് കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രക്ഷാകരമായ നിന്റെ കഷ്ടാനുഭവത്താൽ തന്നെ ഞങ്ങളെ സ്വസ്ഥരാക്കി സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ പാപത്തിന് പരാജയരായി തീർക്കരുതേ. മത്സരക്കാരനായ ആൽക്കസായുടെ നിന്നാകരവും നാശകരവുമായ എല്ലാ വികാരങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. വന്ദനീയവാന്റെ സ്ലീബായുടെ ശക്തിയാൽ അവൻ്റെ ക്രൂരമായ മേൽക്കോലമേ ഞങ്ങളുടെ പാദങ്ങൾക്ക് കീഴ് തകർക്കണമേ. രക്ഷാകരമാന്റെ കഷ്ടാനുഭവങ്ങൾ പ്രശംസിക്കുന്നതിനാൽ ജീവിതത്തിൽ ഞങ്ങളെ ശ്രേഷ്ഠപ്പെടുത്തുകയും അവിടെ നിന്റെ ദൈവിക ഭാഗ്യത്താൽ ഞങ്ങളെ മഹത്വപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങളുടെ രക്ഷയ്ക്കെതിരായ എല്ലാ പ്രതികൂലത്തിൽ നിന്നും ഞങ്ങളെ നീ വീണ്ടുകൊള്ളണമേ. വർണ്ണനീയമായ നിന്റെ കഷ്ടാനുഭവങ്ങളാൽ നിമിത്തം ഞങ്ങളുടെ ബോധനീയമായ ഉടുവഴികളെ തെറ്റുകൂടാതെ ശരിപ്പെടുത്തണമേ. ഞങ്ങളുടെ രക്ഷയ്ക്കായി ജഡീയമായ കഷ്ടതകൾ ഉൾപ്പെട്ടുവെങ്കിലും സാരാംശത്തിൽ കഷ്ടതയില്ലാത്ത ദൈവമാവുന്ന നിന്നാൽ ഞങ്ങൾ പ്രകാശിക്കുമാറാകണമേ. നിന്റെ രക്ഷയെ നിത്യവും ഞങ്ങൾ പുതുക്കണമേ. നിന്റെ പെസഹയുടെയും നിന്റെ ആരാധകർക്ക് നിന്റെ മോശത്തിൽ നിന്ന് പൂർണ്ണമായി നൽകുന്നതായ മഹത്വമുള്ള ഉയർപ്പിൻ്റെയും സംബന്ധത്തിന് ഞങ്ങളെ ഒരുക്കണമേ. നിന്റെ കരുണയാ നിന്റെ സഭയെ സംരക്ഷിക്കുകയും
സകല വഴിതെറ്റിൽ നിന്നും അതിലെ ഭരണക്കാരെ നീ വീണ്ടുകൊള്ളുകയും ചെയ്യണമേ. ഇവിടെ ഞങ്ങളുടെ രക്ഷയുടെ പെരുന്നാൾ നിനക്ക് സ്തുതികരേറ്റുവാനും അവിടെ സ്വർഗീയ സംഘങ്ങളോടും വിശുദ്ധന്മാരുടെ ഗണങ്ങളോടും കൂടി നിന്റെ കഷ്ടാനുഭവത്താ ഞങ്ങളെ രക്ഷിച്ച കഷ്ടമില്ലാത്ത ജീവനുള്ള പുത്ര, നിനക്കും ഞങ്ങളുടെ രക്ഷയിൽ തിരുമനസ്സായിരിക്കുന്ന നിന്റെ മഹത്വമുള്ള പിതാവിനും ഞങ്ങളുടെ ആത്മാക്കളെ പൂർണ്ണമാക്കുന്നവനും ശുദ്ധീകരിക്കുന്നതിനുമാ നിന്റെ വിശ്രുഹായിക്കും ഞങ്ങൾ കീർത്തനം പാടുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ബാറക്കുമോ ഓശോ വബുകുലസ്വാൻ ലോൽമീൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബാറക്കുമോ ശപിക്കപ്പെട്ട യോധജനം സകലത്തിന്റെയും നാഥനെതിരായി വഞ്ചന വിചാരിക്കുകയും സ്കറിയാത്തവയ്ക്ക് നൽകുവാൻ അസൂയ പൂണ്ട ദ്രവ്യം തയ്യാറാക്കുകയും ചെയ്തു. ജീവന്റെ തലവനെ അവനവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അഹങ്കാരികൾ തന്നെ പരിഹസിക്കുകയും തന്റെ രക്തം അവർ ചിന്തുകയും അതിനാൽ സർവ്വലോകത്തെയും താൻ പുണ്യപ്പെടുത്തുകയും ചെയ്തു. ബാറക്കുമോ എനിക്ക് അവർ പ്രതിപകരമായി നൽകി നിങ്ങൾക്ക് വേണ്ടി എത്രത്തോളം സഹിച്ചതായ എൻ്റെ കരുണയ്ക്ക് സ്തുതി. എൻ്റെ കർത്താവേ, നിന്റെ കൃപയുടെ സുവിശേഷ പ്രകാശത്താൽ ഞങ്ങളുടെ ബുദ്ധിയെ നീ പ്രകാശിപ്പിക്കണമേ. നിന്റെ സ്ലീബായെ കുറിച്ചുള്ള സ്നേഹത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ നീ സ്ഥിരപ്പെടുത്തണമേ. നിന്റെ സ്നേഹമാകുന്ന ഭാഗ്യത്താൽ നിങ്ങളുടെ വിചാരങ്ങളെ നീ കാത്തുകൊള്ളണമേ. നിന്റെ സ്തുതികളെ വർണ്ണിപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഉയർത്തണമേ. നിന്നെ നിരപ്പാക്കുന്ന പുണ്യപ്രവർത്തികളുടെ പരിമളവാസന ഞങ്ങളിൽ വീശണമേ. ഞങ്ങളുടെ ധൂപത്തെ നിന്റെയും നിന്റെ പിതാവിൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നിരപ്പിനായി നീ കൈക്കൊള്ളണമേ. മോറാൻ വാലോഹാൻ ലവൽ നീ. പരമാർത്ഥിയും കുഞ്ഞാടിന് സദൃശനുമായിരുന്ന ഹാബീൽ വെളിമ്പ്രദേശത്തേക്ക് ഇറങ്ങിയപ്പോൾ മലകളും കുന്നുകളും കരഞ്ഞു. കണ്ണുനീരോടും പ്രലാപത്തോടും കൂടെ അവൻ സഹോദരനോട് കേണപേക്ഷിച്ചത് എന്തെന്നാൽ, ഭൂതലം നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നു, എന്നെ കൊല്ലുക മാത്രം അരുത്, നീ അതിൽ അവകാശിയായിരുന്നു കൊള്ളുക. എൻ്റെ രക്തത്തെ ഭൂമിയിൽ നീ ചിന്തരുത്. എൻ്റെ സഹോദര, ഉയരത്തിലും ആഴത്തിലും സൂക്ഷിച്ചു നോക്കുന്ന ദൈവമുണ്ടെന്ന് ഓർത്തുകൊള്ളുക. തൻ്റെ കൈകൾ മെനഞ്ഞ ഭംഗിയേറിയ സ്വരൂപത്തെ നീ നശിപ്പിക്കരുത്. ബാറക്കുമോ സർവസൃഷ്ടികളുടെയും ഉടയവൻ പെരുന്നാളിൽ വന്ന് അനുദപിക്കുന്ന പാപികൾക്ക് സഹായങ്ങൾ നൽകുകയും എന്റെ വിശുദ്ധ വചനത്താൽ രോഗികൾക്ക് സൗഖ്യം നൽകുകയും ചെയ്തു. എന്നെ വിലയ്ക്ക് വാങ്ങി പിടിച്ചുകൊണ്ടുപോകുവാനും മരത്തിന്മേൽ തൂക്കുവാനുമായി യൂതന്മാരായ ശപിക്കപ്പെട്ട ജനം നിരൂപിച്ചു. ഒരു നന്മയ്ക്ക് പകരം തിന്മ എനിക്ക് പ്രതിഫലമായി നൽകി. എന്റെ കഷ്ടതയിൽ അവർ ഒരുമിച്ചുകൂടി സന്തോഷിച്ചു എന്നുള്ള ദീർഘദർശിയുടെ വചനം ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഠ തനതാം വ്യഥയാൽ വ്യഥയെ നീക്കി ജനവൃന്ദത്തെ സംരക്ഷിപ്പാൻ ആത്മാർത്ഥം കാക്ഷിച്ചോന്നാഥൻ ഈശോദൻഹാശയല്ലോ വിടുതൽ നേടി ജീവൻ നേടി നല്ലോരിടയാ
നിൻവേദി ചെയ്തോർ വിധിയേൽക്കുമ്പോൾ ഞങ്ങൾക്കായുളവായൊരു നിൻ ബഹുകഷ്ടതയാൽ കൃപ ചെയ്യുക. നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. ദീർഘദർശന്മാരുടെ തലവനായ മോശയുടെ 5-ാം പുസ്തകത്തിൽ നിന്നും ബാരക്കുമോ. മുപ്പത്തിയൊന്നാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. യഹോവ മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിക്കും. എന്നാൽ ഈ ജനം പാർപ്പാൻ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളുടെ അന്യദൈവങ്ങളെ പിഞ്ചെന്ന് പരസംഗം ചെയ്യുകയും എന്നെ ഉപേക്ഷിച്ച് ഞാൻ അവരോട് ചെയ്തിട്ടുള്ള എൻ്റെ നിയമം ലംഘിക്കുകയും ചെയ്യും. എൻ്റെ കോപം അവരുടെ നേരെ ജ്വലിച്ചിട്ട് ഞാൻ അവരെ ഉപേക്ഷിക്കുകയും എൻ്റെ മുഖം അവർക്ക് മറയ്ക്കുകയും ചെയ്യും. അവർ നാശത്തിന് ഇരയായി തീരും. അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കും. നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലായകൊണ്ടല്ലയോ ഈ അനർത്ഥങ്ങൾ നമുക്ക് ഭവിച്ചത് എന്നവർ അന്ന് പറയും. എങ്കിലും അവർ അന്യദൈവങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞ് ചെയ്തിട്ടുള്ള സകലദോഷവും നിമിത്തം ഞാൻ അന്ന് എൻ്റെ മുഖം മറച്ചു കളയും. ആകയാൽ ഈ പാട്ടെഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുക. ഇസ്രായേൽ മക്കളുടെ നേരെ ഈ പാട്ട് എനിക്ക് സാക്ഷിയായിരിക്കേണ്ടതിന് അത് അവർക്ക് വായ്പാടമാക്കി കൊടുക്കുക. ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് അവരെ എത്തിച്ച ശേഷം അവർ തിന്ന് തൃപ്തരായി തടിച്ചിരിക്കുമ്പോൾ അന്യദൈവങ്ങളുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് അവയെ സേവിക്കുകയും എൻ്റെ നിയമം ലംഘിച്ച് എന്നെ കോപിക്കുകയും ചെയ്യും. ബാർക്കുമോ. സെഫനിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാർക്കുമോ. മക്തേശ് നിവാസികളെ മുറയിടുവീൻ, വ്യാപാരി ജനമൊക്കെ നശിച്ചുപോയല്ലോ.
സകല ദ്രവ്യവാഹകന്മാർ ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ആ കാലത്ത് ഞാൻ യെരൂശലേമിനെ വിളിച്ച് കത്തിച്ച് ശോധന കഴിക്കുകയും മട്ടിന്മേൽ ഉറച്ചു കിടന്ന് യഹോവ ഗുണമോ ദോഷമോ ചെയ്യുകയില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന പുരുഷന്മാരെ സന്ദർശിക്കുകയും ചെയ്യും. അങ്ങനെ അവരുടെ സമ്പത്ത് കവർച്ചയും അവരുടെ വീടുകൾ ശൂന്യവുമായി തീരും. അവർ വീട് പണിയും, പാർക്കയില്ലാതാനും. അവർ മുന്തിരിത്തോട്ടമുണ്ടാക്കും, വീഞ്ഞു കുടുക്കിയില്ലാതാനും. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു, അത് അടുത്ത് അത്യന്തം ബന്ധപ്പെട്ടു വരുന്നു. കേട്ടോ, യഹോവയുടെ ദിവസം, വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവുമുള്ള ദിവസം, ശൂന്യതയും നാശവുമുള്ള ദിവസം, ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസവും മേഘവും മൂടലുമുള്ള ദിവസം, ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയരമുള്ള കൊത്തളങ്ങൾക്കും വിരോധമായി കാഹളനാദവും ആരവുമുള്ള ദിവസം തന്നെ. മനുഷ്യർ കുരുടന്മാരെ പോലെ നടക്കത്തക്കവണ്ണം ഞാൻ അവർക്ക് കഷ്ടത വരുത്തും. അവർ യഹോവയോട് പാപം ചെയ്തുവല്ലോ. അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം കാഷ്ടം പോലെയും ചുരിയും. യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല. സർവഭൂമി അവന്റെ തീഷ്ണതാഗ്നിക്ക് ഇരയായി തീരും. സകല ഭൂവാസികൾക്കും അവൻ ശീഘ്ര സംഹാരം വരുത്തും. ബാറക്കുമോ. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാറക്കുമോ. അമ്പത്തിയഞ്ചാം അധ്യായം 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ അവനെ ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും അധിപതിയുമാക്കിയിരിക്കുന്നു. നീ അറിയാത്ത ഒരു ജാതിയെ നീ വിളിക്കും. നിന്നെ അറിയാത്ത ഒരു ജാതി നിന്റെ ദൈവമായ യഹോവ നിമിത്തവും ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിമിത്തവും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കാൻ തന്നെ നിന്റെ അടുക്കൽ ഓടി വരും. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ. അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. അവൻ ധാരാളം ക്ഷമിക്കും. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ബാറക്കുമോ. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ ജാതികളിടയിൽ ഭൂതലസീമയോളം പരിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പൊതുവിനെഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും ബാറക്കുമോ. ഒന്നാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ
പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങളിത് നിങ്ങൾക്ക് എഴുതുന്നു. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടോട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. പാറക്കുമോ പൗലോസ് ശ്ലീഹാ ധന്യൻ ചൊൽക്കേട്ടേൻ ഈ ദൈവം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ബാറയ്ക്കുമോ. രണ്ടാം അധ്യായം 5 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണമാസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരിക്കുന്നു. വിശദീകരിക്കുന്നവനും വിശദീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. നാം അത് ഹേതുവായി അവനവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരുടെ കീർത്തിക്കും, സഭാമതിയെ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളുമെന്നും പറയുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാൻ അത്രേ അവൻ വന്നത്. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. ബാറയ്ക്കുമോ.
ബറക്കുമോർ നമ്മുടെ കർത്താവിന് സ്തുതിയും ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും തൻ്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്നും. അനന്തരം പ്രധാനാചാര്യന്മാരുടെയും പരീശന്മാരുടെയും അടുത്ത് പടയാളികൾ ചെന്നപ്പോൾ അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുവരാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. പടയാളികൾ മറുപടിയായി, ആ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പരീശന്മാർ അവരോട്, നിങ്ങളും തെറ്റിപ്പോയോ? ന്യായപ്രമാണം അറിഞ്ഞുകൂടാ ശപിക്കപ്പെട്ട ജനമല്ലാതെ പ്രധാനികളിലോ പരീശരിലോ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പരീശന്മാരിൽ ഒരുത്തൻ നേരത്തെ യേശുവിൻ്റെ അടുക്കൽ വന്നവനുമായ നിക്കോദീമോസ് അവരോട്, ഒരുവന് പറയാനുള്ള ആദ്യം കേൾക്കാതെയും ചെയ്തത് എന്തെന്ന് അറിയാതെയും ന്യായം വിധിക്കുവാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർ അവനോട്, നീയും ഗലീലക്കാരനോ? ഗലീലയിൽ നിന്നും ഒരു പ്രവാചകൻ ഉണ്ടാകിയില്ലെന്ന് നീ പരിശോധിച്ചറിയുക എന്ന് പറഞ്ഞു. യേശു വീണ്ടും ജനങ്ങളോട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, പിന്നെയോ അവനെ ജീവന്റെ പ്രകാശമുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. പരീശന്മാർ അവനോട്, നിന്നെക്കുറിച്ച് നീ തന്നെ സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. യേശു അവരോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം നൽകിയാലും എൻ്റെ സാക്ഷ്യം സത്യമാകുന്നു. എന്തെന്നാൽ ഞാൻ എവിടെ നിന്നാണ് വന്നത് എന്നും എവിടേക്കാണ് പോകുന്നത് എന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്നാണ് വന്നത് എന്നും എവിടേക്കാണ് പോകുന്നത് എന്നും നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നില്ല. എന്നാൽ ഞാൻ വിധിച്ചാലും എൻ്റെ വിധി സത്യമായിരിക്കും. എന്തെന്നാൽ ഞാൻ തനിച്ചല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടിയാണ് വിധിക്കുന്നത്. രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. അവർ അവനോട്, നിന്റെ പിതാവ് എവിടെയാകുന്നു എന്ന് ചോദിച്ചു. യേശു അതിന് ഉത്തരമായി, നിങ്ങൾ എന്നെയോ എൻ്റെ പിതാവിനെയോ അറിയുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് പറഞ്ഞു. യേശു ദേവാലയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭണ്ഡാര സ്ഥലത്ത് വെച്ചാണ് ഈ വചനങ്ങൾ സംസാരിച്ചത്. അപ്പോഴും അവൻ്റെ സമയം ആയിട്ടില്ലാത്തതിനാൽ ആരും അവനെ പിടികൂടിയില്ല. ബറക്കുമോർ നമ്മുടെ കർത്താവിനെ വന്ദനം. ആശയാൽ കഷ്ടതയേറ്റ സഭ നാഥാതേ സ്തുതിയും മാനം ഉണ്ടാവട്ടെ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരേണമേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടി അല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധ റൂഹാമൂലം ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ ഏക കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏക റൂഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ബാരക്കുമോ സ്തവമൻ ഗാലോസ് മോറാൻ ഇസ്രാഹമലായി മോറാൻ സുലക് മോറാൻ സുലക്